ശ്രീ വേണുജി, 2 പോയിന്റുകൾ, അങ്ങനെ 2 പോയിന്റുകൾ കേട്ടിട്ടേ പ്രതികരിക്കാവൂ. ഒന്ന്, 40 വർഷത്തിലധികമായി കേരളീയ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ ഭരത് ശ്രീ സുരേഷ് ഗോപി MP എന്ന വ്യക്തിയെ നമ്മൾ ഇയാൾ, കള്ളൻ തുടങ്ങിയ കാര്യങ്ങൾ വിളിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരും, അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയോട് ആശയപരമായ യോജിപ്പ് കാണാം. പക്ഷേ സുരേഷ് ഗോപി നമ്മുടെ നാടിന്റെ, സിനിമയുടെ, പൊതുമണ്ഡലത്തിന്റെ ഒരു വലിയ, എന്താ പറയണേ, എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ ജനസമ്മതിയുള്ള ഒരാളാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ MP യെ, ഇതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. മുങ്ങി, തട്ടിപ്പ് വീരൻ, പ്രയോഗങ്ങൾ ശ്രീ സുരേഷ് ഗോപി പപ്പു എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ. അയാൾ കള്ളൻ, കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇപ്പോ അല്ലല്ല, പപ്പു എന്ന് വിളിക്കുന്നില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ ഷാഡോ പ്രൈം മിനിസ്റ്റർ നമ്മുടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വംശപാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതും ഫേക്കു എന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇതിനൊന്നും 2 വശങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ജനാധിപത്യപരമായ ആശയ സംവാദമാക്കി നിർത്തണമെന്നുള്ളതാണ് ആദ്യത്തെ അല്ലല്ലോ, ഒരു സെക്കൻഡ്. രാഹുലെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. ഇനി അദ്ദേഹം എന്ന് പറയാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തത് എങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല. 2, സംഘിയല്ല സംഘപരിവാറുകാരൻ, കമ്മിയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാവ്, കൊങ്ങിയല്ല കോൺഗ്രസ്. അപ്പൊ നമ്മളിത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വിശാലർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ രാജ്യത്തെ ഒന്നിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ വോട്ട് ചോരി നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേൾക്കുന്ന BJP-കാരനും സാധാരണ BJP വോട്ടർക്കും സംഘപരിവാറിന്റെ വോട്ടർക്കും നടന്നത് തെറ്റാണെന്നും, രാജ്യവ്യാപകമായി നടന്ന തെറ്റാണെന്നും, ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇനി ഉണ്ടാകരുതെന്നും ഉള്ളൊരു നിശ്ചയദാർഢ്യത്തിലേക്കും ബോധ്യത്തിലേക്കും ഈ രാജ്യത്തെ കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയണം. കാരണം നടന്നത് രാഹുൽ ഈശ്വറിന്റെ ഈ ന്യായീകരണം, ഈ മെഴുകൽ കാണുമ്പോ ചിരി വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഈശ്വർ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിന്തിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, സംഘപരിവാറിനെ ഇങ്ങനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട്, സംഘപരിവാറിനെ തലോടിയും തടവിയും ഒക്കെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് രാഹുൽ ഈശ്വർ കുറച്ച് കാലങ്ങളായി. കാരണം കേരള സമൂഹത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഈ തീവ്ര ഹിന്ദുത്വ അജണ്ട അത് നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ രാഹുൽ ഈശ്വർ ഒന്ന് കളം മാറ്റി ചവിട്ടിയതാണ്. അവിടെയും ഇവിടെയും എന്നുള്ള രീതിയിൽ 2 തോണിയിലും കാല് വെച്ച് സഞ്ചാരം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. ഇന്നലെ ഒരു മാധ്യമത്തിൽ വന്ന ഒരു ചർച്ചയിൽ നടന്ന ഒരു രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമാണ്, ഇയാള് കള്ളൻ, മുങ്ങി തടി തപ്പി എന്നൊന്നും സുരേഷ് ഗോപിയെ വിളിക്കാൻ പാടില്ല. 40 വർഷമായിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുള്ളതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വറെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ 40 അല്ല 400 കൊല്ലം ഉണ്ടായാലും ജനാധിപത്യത്തെ അട്ടിമറിച്ച് വോട്ട് കള്ളക്കടത്ത് നടത്തി, കൊള്ളയടിച്ച്, തിരികെ കയറ്റി, മലപ്പുറത്തുള്ളവനെയും കോട്ടയത്തുള്ളവനെയും കൊല്ലത്തുള്ളവനെയും ശാസ്താംകോട്ടയിലുള്ളവനെയും തിരുവനന്തപുരത്തുള്ളവനെയും ഒക്കെ തൃശ്ശൂരെ വോട്ടർമാരാക്കി മാറ്റി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ എന്ത് തെമ്മാടിത്തരം ചെയ്ത ചെമ്പുഗോപിയെ കള്ളനെന്നല്ലാണ്ട് പിന്നെ കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന് വിളിക്കണോ? ഞങ്ങൾക്കതിന് സൗകര്യമില്ല. രാഹുൽ ഈശ്വറിന് സുരേഷ് ഗോപിയെ കള്ളനെന്ന്, അയാളെന്ന്, ഇയാളെന്ന്, മര്യാദയില്ലാത്തവനെന്ന്, നെറികെട്ടവനെന്ന്, ചെറ്റത്തരം കാണിച്ചവനെന്ന് ഒക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോ രാഹുൽ ഈശ്വറിന് കലി കയറുന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ ഒരു കാര്യം ചെയ്താൽ മതി. സുരേഷ് ഗോപിയെ വീട്ടിന് ഗേറ്റിൽ പോയി നിൽക്കുക. സുരേഷ് ഗോപി വീട്ടിലേക്ക് വരുന്ന ദിവസം, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത്, അയാൾ വീട്ടിലെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഓരോ കുരച്ചാൽ മതി ആ ഗേറ്റിൽ നിന്നുകൊണ്ട്. അത് താങ്കളെ അയാൾ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ് രാഹുൽ ഈശ്വർ. ഈ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയം അത് നിർത്തിക്കൂടെ? തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം. രാഹുൽ ഈശ്വർ ഇതൊക്കെ വിളിക്കരുതെന്ന് പറയുമ്പോൾ തിരിച്ച് അവതാരകൻ വേണുവിന്റെ ചോദ്യം, അപ്പൊ പപ്പു എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ചതോ അതും തെറ്റാണെന്ന്. അത് തെറ്റ് മാത്രമല്ല, രാഹുലിനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് വേട്ടയാടാനുണ്ടെങ്കിൽ നിങ്ങൾ വേട്ടയാടിക്കോ. ഇവിടെ അതിലൊന്നും ആർക്കും തർക്കമല്ല.
രാഹുൽ പപ്പുവാണോ, രാഹുൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. സംഘ് പരിവാറിന്റെ ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തെ മുഖവിലക്ക് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ സംഘ് പരിവാർ വിജയിച്ച് കയറാൻ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ, ജനാധിപത്യത്തെ പോലും തുരങ്കം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു. കൊല്ലത്തുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷനിൽ. ഈ സുഭാഷ് ഗോപിക്ക് ഇരട്ട ID ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇരട്ട ID ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഇത് സുഭാഷ് ഗോപിക്ക് മാത്രമല്ല, കൊല്ലത്ത് ഇരട്ട വോട്ടുകൾ ചെയ്തിട്ടുണ്ടായ മലപ്പുറത്ത് നിന്ന് വന്ന ഉണ്ണികൃഷ്ണൻ മാഷ്, അതുപോലെ RSSന്റെ നേതാവായിട്ടുള്ള KR ഷാജി, സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിട്ടുള്ള വ്യക്തി, അങ്ങനെ സംഘ് പരിവാറിന്റെ എല്ലാ എണ്ണത്തിനും ഇതുപോലെ ഇരട്ട ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച കള്ളനെന്ന് തന്നെ വിളിക്കും രാഹുൽ ഈശ്വർ. അതിന് താങ്കൾക്ക് ഇത്ര മൂലം കടഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് ഞങ്ങൾ വിളിച്ചിരിക്കും. കാരണം ഒരു മര്യാദയുമില്ലാതെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടു പോയപ്പോൾ വിജയിക്കാൻ വേണ്ടി, ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടനയെ അട്ടിമറിച്ചവരാണിവർ. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചവരാണിവർ. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തൂക്കിലെത്തിയവരാണിവർ. ഇവനെയൊക്കെ കള്ളൻ എന്നല്ലാണ്ട് പിന്നെന്താണോ വിളിക്കേണ്ടത് രാഹുൽ ഈശ്വർ? താങ്കൾക്ക് വല്ലതുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് അതിന്റെ നന്ദി കാണിക്കേണ്ട വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി കാണിക്കുക. പൊതുസമൂഹത്തോട് ഇങ്ങനെ അയാളെന്ന് ഇയാളെന്ന് കള്ളനെന്ന് വിളിക്കരുത്, മര്യാദ കാണിക്കണമെന്ന് പറയാൻ രാഹുൽ ഈശ്വർ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത്? താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഈ പൊതുസമൂഹത്തോട് ഒരു മര്യാദയും കാണിക്കാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി. ഈ ചെമ്പ് ഗോപിയുടെ പത്രപ്രവർത്തകരോട് പോലും, മാധ്യമ പ്രവർത്തകരോട് പോലും ധാർഷ്ട്യത്തിന്റെയും ഹുങ്കിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷയിൽ സംസാരിക്കുകയും അവരോടൊക്കെ പറയാൻ സൗകര്യമില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന തരത്തിൽ ധാർഷ്ട്യവും ഹുങ്കും അഹങ്കാരവും കാണിക്കുന്ന സുരേഷ് ഗോപിയോട് തിരിച്ച് എന്ത് മര്യാദയാണ് രാഹുൽ ഈശ്വർ ഞങ്ങൾ കാണിക്കേണ്ടത്? രാഹുൽ ഈശ്വറിന് വല്ല കടപ്പാടും നന്ദി കാണിക്കേണ്ട വല്ല സന്ദർഭവും രാഹുൽ ഈശ്വറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ എല്ലാവരും അങ്ങനെ കാണിക്കണമെന്ന് രാഹുൽ ഈശ്വർ വാശി പിടിക്കരുത്. പ്രത്യേകിച്ച് ഒരു സംഘ് പരിവാറുകാരന്റെ മുന്നിൽ പോയി തല കുനിച്ച് നിന്നുകൊണ്ട് തമ്പ്രാൻ എന്ന് പറഞ്ഞു വണങ്ങാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഹേ. പിന്നെ രാഹുൽ ഈശ്വർ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതിനുള്ള എന്ത് അവകാശമാ രാഹുൽ ഈശ്വറിനുള്ളത്? രാഹുൽ ഈശ്വർ ഇന്ത്യയിലെ ഒരു പൗരൻ മാത്രം, ഞങ്ങളും ഇന്ത്യയിലെ ഒരു പൗരന്മാർ മാത്രം. ഞങ്ങളെ പഠിപ്പിക്കാൻ രാഹുൽ ഈശ്വറിന് എന്ത് അവകാശം? ഇങ്ങോട്ട് കിട്ടുന്നതേ രാഹുൽ ഈശ്വർ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് തമ്പ്രാനെന്ന് വണങ്ങാൻ, കുമ്പിട്ട് നിൽക്കാൻ, കുനിഞ്ഞു നിൽക്കാൻ സൗകര്യമില്ല രാഹുൽ ഈശ്വർ. ഇയാളെന്ന് തന്നെ വിളിക്കും. സുരേഷ് ഗോപിയെ അയാളെന്ന് തന്നെ വിളിക്കും. അയാൾ ഈ ജനാധിപത്യത്തെ തുരങ്കം വെച്ചവൻ. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിച്ച് കയറാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനയെ തൂക്കിലെത്തിയ വ്യക്തിയാണ് ഇയാൾ. സംഘ് പരിവാർ തന്റെ സഹോദരനടക്കം സുഭാഷ് ഗോപിയെ അടക്കം കൊല്ലത്ത് നിന്ന് തൃശ്ശൂരുകാരനാക്കി. അവിടെയും തീർന്നു. തന്റെ ഡ്രൈവർക്ക് തൃശ്ശൂരിൽ വോട്ട്, ശാസ്താംകോട്ടയിലുള്ള ഡ്രൈവർക്ക് തൃശ്ശൂരിൽ വോട്ട്, കൊല്ലത്തുള്ള സുഭാഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ട്, മലപ്പുറത്തുള്ള BJPയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ്ക്ക് തൃശ്ശൂരിൽ വോട്ട്, KR ഷാജിക്ക് ആലത്തൂരില്, തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന്, ലോക്സഭാ മണ്ഡലത്തിന് പുറത്തുള്ള വ്യക്തിയാണ്. ആലത്തൂർ മണ്ഡലത്തിലുള്ള KR ഷാജിക്ക് തൃശ്ശൂരിൽ വോട്ട്. അങ്ങനെ സംഘ് പരിവാറിന്റെ ഒരുപാടധികം നേതാക്കന്മാർക്ക് തൃശ്ശൂരിൽ വോട്ട്. എന്നിട്ട് നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ വക ന്യായീകരണവും. ഞങ്ങൾ ഇത്രയും 60,000-ൽ കറക്റ്റ് എണ്ണമടക്ക പറയുന്നത് 60,000-ലധികം വോട്ടുകൾ ഞങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവാനാണ് K സുരേന്ദ്രന്റെ വെല്ലുവിളി. ഇനിയും ഞങ്ങൾ ഈ തമ്പ്രാനെന്ന് വിളിച്ച് കുമ്പിട്ട് നിൽക്കണം എന്നാണോ രാഹുൽ ഈശ്വർ പറയുന്നത്? കള്ളനെന്ന് തന്നെ വിളിക്കും രാഹുൽ ഈശ്വർ. ഇത് വോട്ട് കട്ടെടുത്തവനാണ്, വോട്ട് കട്ടിട്ട് വിജയിച്ചവനാണ്. ഒരു മത്സര പ്രക്രിയയിൽ, ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ, മത്സര രംഗത്ത് അതിന്റെ മൂലബിന്ദുവായിട്ടുള്ള വോട്ട് എന്നുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ അത് കട്ടെടുത്തവനാണ് ഈ സുരേഷ് ഗോപി.
അയാളെ കള്ളൻ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം രാഹുൽ ഈശ്വർ? ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. നിങ്ങൾക്ക് ഈ 2 തോണിയിലും കാല് വെച്ച് 2 വള്ളങ്ങളിൽ സഞ്ചരിക്കേണ്ട ഗതികേട് രാഹുൽ ഈശ്വർ നിങ്ങൾക്കുണ്ടായേക്കാം. ആ ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. ഇത് രാജീവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ സ്വീകരിച്ച് പിടഞ്ഞ് വീണ രാജീവിന്റെ ഇന്ത്യയാണ്. അയാളുടെ സിരകളിൽ ഓടിയ അതേ രക്തമാണ് രാഹുലിന്റെ സിരകളിലും ഓടുന്നത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങളുടെ സിരകളിലല്ല, രാഹുൽ ഗാന്ധിയുടെ സിരകളിൽ. ആ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2024 ഇലക്ഷൻ, അതിന്റെ റിസൾട്ട് വരുന്ന ദിവസം, അതിന്റെ ഫല ദിവസം, രാവിലെ വോട്ടിംഗ് കൗണ്ടിംഗ് തുടങ്ങിയിട്ട് ഉച്ചക്ക് 11 മണി വരെ NDAയും BJPയും ഇവൻ നരേന്ദ്ര മോഡി അടക്കം വാരണാസിയിൽ പിന്നിലായിരുന്നു 6000 ചില്ലറ വോട്ടുകൾക്ക്. 11 മണി കഴിയുമ്പോ ലീഡ് നില മാറി മറിയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ പിന്നോട്ട് പോകുന്നു, മുന്നണി പിന്നോട്ട് പോകുന്നു, NDA അധികാരത്തിലേക്ക് വരുന്നു. ഇങ്ങനെ വോട്ട് കച്ചവടം നടത്തിയെന്ന് ഇതിനെ പറയാൻ പറ്റുമോ? ഇത് കട്ടെടുത്തതല്ലേ? കച്ചവടമാണെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു. ജനാധിപത്യത്തിന് തുരങ്കം വെച്ചിട്ട് വിജയിച്ച് കയറിയിട്ട് അതിനെ ആഘോഷിക്കുകയും അതിനെ അഹങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള പൊളിറ്റിക്കൽ പിമ്പിനെ, വേസ്റ്റിനെ പിന്നെ കള്ളനെന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാനാണ് രാഹുൽ ഈശ്വർ. ഇനി മറ്റൊന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല.